തോട്ടര സ്കൂളിന് മുന്നിൽ മരം കടപുഴകി വീണു. വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്ക്. ഒഴിവായത് വൻ ദുരന്തം. കരിമ്പുഴ പഞ്ചായത്തിലെ തോട്ടര സ്കൂളിന്റെ മുന്നിലാണ് മരം കടപുഴകി വീണത്. വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്ക്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. സ്കൂൾ വിടുന്ന സമയത്തായിരുന്നു സംഭവം. സ്കൂൾ വിട്ടുപോകാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങി നിൽക്കുന്നതിനിടെയാണ് റോഡരികിലെ പുളിമരം കടപുഴകി വീണത്. കുട്ടികളുടെ ദേഹത്തേക്ക് മരത്തിന്റെ ചില്ലകളാണ് പതിച്ചത്. അതിനാൽ വലിയ ദുരന്തം ഒഴിവായി. നിസാരമായി പരിക്കേറ്റ കുട്ടികളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം കുട്ടികളെ എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്തു. സ്കൂൾ വിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃത്യം മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ആ സമയത്താണ് മരം വീണത്. അപ്പോൾ റോഡിൻ്റെ മരത്തിൽ നിന്നതിൻ്റെ സ്കൂളിനോട് മതിലോട് ചേർന്നിട്ടാണ് കുട്ടികൾ പോയത്. അതുകൊണ്ട് കാര്യമായി പരിക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു 9 കുട്ടികൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. 1-2 കുട്ടികൾക്ക് ചെറിയ 2-3 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സ്റേ എടുത്ത് വരുന്നു. വളരെ ഗൗരവമായി പരിക്കൊന്നുമല്ല, പക്ഷേ എന്താ പറയുന്നത്, വലിയൊരു ദുരന്തം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാം. അത് എന്തായാലും അധികൃതരുടെ ശ്രദ്ധ ഇതിനകത്ത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും മരങ്ങൾ ഇതേപോലെ തന്നെ വീഴാറാൻ അങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. എന്നുവെച്ചാൽ വലിയ മരങ്ങൾ, വയസ്സായ പ്രായമായ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അപകടം ഒഴിവാക്കാൻ വേണ്ടി അവ മുറിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് മരം മുറിച്ചു നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഫയർഫോഴ്സും ട്രോമ കെയർ വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് നാട്ടുകാർ പറഞ്ഞു. കരിമ്പുഴ മുതൽ കുരിക്കിയാട് വരെയുള്ള റോഡ് സൈഡുകളിൽ ഇത്തരം അപകടാവസ്ഥയിലുള്ള കാലപ്പഴക്കം ചെന്നതും ഉണങ്ങിയതും പൊട്ടി വീഴാനും കടപുഴകി വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ 26ഓളം മരങ്ങളുണ്ട്. ആ 26 മരങ്ങൾ പാലക്കാട് ജില്ലാ ട്രീ കമ്മിറ്റിക്ക് മുമ്പാകെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ഉൾപ്പെടുന്ന കമ്മിറ്റിക്ക് മുമ്പാകെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ട്രീ കമ്മിറ്റി 2022-ലും 2023-ലും റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. നാളിതുവരെയും ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത്, ദൈവാനുഗ്രഹം കൊണ്ട് ഒഴിവായിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള ഒരുപാട് മരങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അധികാരികൾ കണ്ണു തുറന്ന് അത് ലേലം ചെയ്ത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ ജില്ലാ ട്രീ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിൻ്റെ ഒരു തുടർ നടപടികൾ തുടർന്ന ദിവസങ്ങളിൽ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളായി ഈ മരങ്ങൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കുറിച്ച് മാറ്റുന്ന ആവശ്യമായിട്ട് ജനപ്രതിനിധികൾ മുന്നോട്ടുണ്ട്. ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ ജീവിതം, കുട്ടികളുടെ ജീവിതം ഒക്കെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വീണ്ടും ട്രീ കമ്മിറ്റിയോട് വില്ലേജ് ഓഫീസർക്ക് അറിയിച്ചിട്ടുണ്ട്, തഹസീൽദാരെ അറിയിച്ചിട്ടുണ്ട്, സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിച്ചിട്ടുണ്ട്, ജില്ലാ ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ഈ ദുരന്തം അവരൊക്കെ ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തിച്ചേരും. അവരെ കൂടി കാര്യങ്ങൾ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തി തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ചെയ്തു നിർദ്ദേശം